മുൻ മന്ത്രിയായ ശ്രീ എ പി അനിൽകുമാർ അദ്ദേഹം പറഞ്ഞു, മന്ത്രിയോട് പറഞ്ഞു, വളരെ ബഹുമാനത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് വൈസ് ചാൻസലർക്കുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകൾ രജിസ്ട്രാർക്കാക്കി മാറ്റുന്ന നിയമവ്യവസ്ഥിതികൾ ഈ പുതിയ നിയമത്തിനകത്തില്ലേ എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എല്ലാ ദിവസത്തെയും എന്ന പോലെ സ്വതസിദ്ധമായ പുച്ഛവും പരിഹാസവും വാരി വിതറി അതിനെ അങ്ങ് ഇല്ലായ്മ ചെയ്തു. ഞാൻ ഈ ബില്ലൊന്ന് പരിശോധിച്ചു. ഈ ബില്ലിനകത്ത് കൃത്യമായി വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ് സാർ. രജിസ്ട്രാർ സർവകലാശാലയുടെ എല്ലാ അധികാര സ്ഥാനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകളുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആയിരിക്കുന്നതും അദ്ദേഹം വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതും തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായിരിക്കും. അപ്പോ VC-യുടെ അധികാരം രജിസ്ട്രാർക്ക് നൽകുകയല്ല എങ്കിൽ പിന്നെ എന്തിനാണ് മിനിസ്റ്റർ ഇങ്ങനെ ഒരു ക്ലോസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇനി പല വ്യവസ്ഥ പറയാം, സ്റ്റാറ്റ്യൂട്ട് പറയാം, അതനുസരിച്ചാണല്ലോ തെരഞ്ഞെടുപ്പുകൾ നടത്തിയിരുന്നത്. ഡിസിഷൻസ് ഓഫ് ദ വൈസ് ചാൻസലർ unless otherwise specifically provided, the decision of the vice chancellor on any question relating to election shall be final. അതായിരുന്നു വ്യവസ്ഥ. മാത്രമല്ല റിട്ടേണിംഗ് ഓഫീസർ ആരായിരുന്നു മിനിസ്റ്ററെ? നേരത്തെ റിട്ടേണിംഗ് ഓഫീസർ the registrar or any other person authorized by the vice chancellor shall be returning officer for elections held by the university. അതായത് രജിസ്ട്രാർ തന്നെ റിട്ടേണിംഗ് ഓഫീസർ ആകണമെന്ന് പോലും നിർബന്ധമില്ലായിരുന്നു. വൈസ് ചാൻസലർ ചുമതലപ്പെടുത്തുന്ന രജിസ്ട്രാറോ മറ്റാർക്ക് വേണമെങ്കിലും റിട്ടേണിംഗ് ഓഫീസർ ആകാമായിരുന്നു. അവിടെ നിന്ന് ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണാധികാരി എന്ന് പറയുന്ന രജിസ്ട്രാറാ. അപ്പൊ ഇതിന്റെ ബാലപാഠം പോലും വായിക്കാതെയാണോ ഈ സഭയിലെ ഒരു മുതിർന്ന അംഗത്തെ എല്ലാ ദിവസവും എന്ന പോലെ മന്ത്രി പുച്ഛം പരിഹാസവും വാരി വിതറിയ